കുറിശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് നിങ്ങൾക്കൊരു അനുഭവ ജാതകം പരിചയപ്പെടുത്തുകയാണ്. ഒരു സ്ത്രീയുടെ ഗ്രഹനിലയാണിത്. ഇത് നല്ലവണ്ണം പൊരുത്തം നോക്കി വിവാഹം കഴിച്ചയച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ്. പക്ഷേ ഇവരുടെ വിവാഹ ജീവിതം ഏകദേശം 2 വർഷം മാത്രമേ തുടർന്നു പോയുള്ളൂ. ഇത് ഡിവോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചു. കാരണം മാതാപിതാക്കൾക്ക് അത് വിഷമമായി. അപ്പോൾ ഇത്രയും പൊരുത്തവും കാര്യങ്ങളൊക്കെ നോക്കി വിവാഹം കഴിച്ച് അയച്ചിട്ടും ആ വിവാഹ ജീവിതം സക്സസ് ആയില്ല. അതുകൊണ്ട് അവർ മറ്റൊരു ആചാര്യൻ്റെ അടുത്ത് പോയി ഇത് തിരക്കാനായിട്ട് ശ്രമിച്ചു. അതായത് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, മകളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ. അപ്പം ആ ആചാര്യൻ പറഞ്ഞത്, അതായത് വിവാഹത്തിൻ്റെ ഭാവം 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. ശരിയാണ്, വിവാഹത്തിൻ്റെ ഭാവത്തിൽ ഇവിടെ രാഹു ഉണ്ട്. അതുപോലെ തന്നെ ലഗ്നം ചിങ്ങം ലഗ്നമാണ്. ചിങ്ങം ലഗ്നത്തിൽ കേതു നിൽക്കുന്നു. അവിടെ കേതുവും നിൽപ്പുണ്ട്. അപ്പോൾ കേതു നിന്നുകൊണ്ട് നേരെ വിവാഹത്തിൻ്റെ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പം വിവാഹത്തിൻ്റെ ഭാവത്തിന് രാഹു കേതു ബന്ധം ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിവാഹ ബന്ധം വേർപെട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എനിക്ക് ആ മാതാപിതാക്കളെ പരിചയമില്ല. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗ്രഹനില അയച്ചു തന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം, അതാണോ ഈ രാഹു കേതു ബന്ധമാണോ ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ആ ഗ്രഹനില പരിശോധിച്ചു. അപ്പം ഞാൻ മുൻപലത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ രാഹു കേതു ഗുളികനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഏതെങ്കിലും കോളത്തിൽ നിന്നോട്ടെ, കാരണം അവർ ആർക്കും ഒരു ഉപദ്രവകാരിയല്ല. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതിന് യാതൊരു പ്രശ്നവുമില്ല. രാഹു കേതു ഗുളികനെ നമ്മളവിടെ അതിൻ്റെ ഭാവാധിപനെ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ 7 ഗ്രഹങ്ങളെ വെച്ച് നമ്മൾ ഫലം പറയാൻ ശ്രമിക്കുക. ഇതിൽ സ്പഷ്ടമായിട്ട് ആ ഗ്രഹങ്ങൾക്ക് ദോഷമുണ്ട്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇവിടെ ചിങ്ങം ലഗ്നമാണ്. നേരെ 7ാം ഭാവം കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയുടെ അധിപനെന്ന് പറഞ്ഞാൽ ശനി ലഗ്നത്തിൻ്റെ 5-ലുണ്ട്, ത്രികോണത്തിലുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു, ഭാവാധിപനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കാരകനെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇവിടെ കാരകനായ വിവാഹത്തിൻ്റെ കാരകനായ ശുക്രൻ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഗ്രഹമായ ശുക്രന് ചൊവ്വ ബന്ധം വന്നു. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഭാവാധിപനായ ശനിക്കും ചൊവ്വയുടെ ദൃഷ്ടി നേരെ വന്നു. അപ്പോൾ ഭാവാധിപനും കാരകനും ചൊവ്വയുടെ ദൃഷ്ടി വന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ശനിയുടെ ദൃഷ്ടി തിരിച്ചും കാരകന് വരുന്നുണ്ട്, ചൊവ്വയ്ക്കും വരുന്നുണ്ട്. പക്ഷെ ആ ശനിയുടെ ദൃഷ്ടി വലിയ ദോഷമില്ല. കാരണം ഭാവാധിപന്റെ ദൃഷ്ടിയാണ്. ഭാവാധിപന്റെ ദൃഷ്ടി കാരകന് വരുന്നത് വലിയ ദോഷമായിട്ട് കണക്കാക്കാനില്ല. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ദോഷമാണ് ഈ ഒരു ബന്ധത്തെ ഇല്ലാതാക്കിയത്. ഇനി എനിക്ക് ഹസ്ബൻഡിന്റെ ജാതകം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പാവസാമ്യം നോക്കി ഈ ചൊവ്വയുടെ ഒരു ദോഷം വിവാഹത്തിന്റെ ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് മിക്കവാറും ഹസ്ബൻഡിന്റെ ജാതകത്തിലും ആ ചൊവ്വയുടെ ഒരു ബന്ധം അവർ വിവാഹത്തിന്റെ ഭാവത്തിൽ വരുത്തി കാണാം. അത് കാണാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം പാവസാമ്യം എന്ന് പറയുന്ന ഒരു കാര്യം നോക്കിയാണ് ഇപ്പോഴത്തെ വിവാഹ പൊരുത്തം നോക്കുന്നത്. അപ്പം 2 പേർക്കും ദോഷമായിട്ട് വന്നാൽ ആ വിവാഹ ബന്ധം നേരെ പോകണമെന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാരണമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ രാഹു കേതു ഗുളികനെ അല്ല നോക്കേണ്ടത്, അതിൻ്റെ ഭാവാധിപനെ നോക്കുക. ആ ഗ്രഹങ്ങളെ നോക്കി നമ്മൾ ഫലം പറയാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.